നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 9, 10, 11 ഭാഗങ്ങൾ കേൾക്കാം. 9. 18/3/2017. പ്രിയപ്പെട്ട മഹാദേവ്, കാണുന്ന എല്ലാ മനുഷ്യർക്കും നിസ്സഹായതയുടെ ഒരേ മുഖമാണ്. നിനക്കിതെഴുതുമ്പോൾ ഞാനും അതിൽ നിന്നും വ്യത്യസ്തയല്ല എന്ന് തോന്നുന്നു. എല്ലാവരും കുറച്ചുകൂടെ പരസ്പരം മനസ്സിലാക്കിയാൽ, സ്നേഹിക്കാൻ ശ്രമിച്ചാൽ ലോകം എത്ര മനോഹരമായേനെ. അതൊന്നുമില്ലെങ്കിൽ പോലും മറ്റൊരാളുടെ കണ്ണു നിറയുമ്പോൾ മനസ്സിലെവിടെയെങ്കിലും അനുകമ്പയുടെ നേർത്ത വെളിച്ചം ബാക്കിയുണ്ടായാൽ പലർക്കും ഇത്രമേൽ വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരില്ല. കുറേ നാളുകൾക്കു ശേഷം ഇന്ന് ആൻറ്റിയെ കാണാൻ പോയി. ആ മനുഷ്യനുള്ളിടത്ത് പോകേണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ ശാലു പറഞ്ഞപ്പോൾ പോകാതെയിരിക്കാൻ കഴിഞ്ഞില്ല. ആൻറ്റിയെ ആശ്വസിപ്പിക്കാൻ എനിക്കൊരു വാക്കുപോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഓരോ വീട്ടിലും നിശബ്ദമാക്കപ്പെടുന്ന 1000 സ്വപ്നങ്ങളുടെയും കണ്ണുനീരിൻ്റെയും മുകളിലാണ് നമ്മളെല്ലാം, നമ്മുടെയെല്ലാം കുടുംബസങ്കല്പങ്ങൾ കെട്ടിയുയർത്തിയിരിക്കുന്നത്. ഒരാണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മകൾക്കുമേലുള്ള എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞെന്ന് കരുതാൻ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കഴിയുന്നത്? എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ അവരെ നിർബന്ധിച്ച് ജീവിതാവസാനം വരെ നരകിക്കാൻ വിടുന്നതിൽ നിന്ന് എന്ത് സന്തോഷമാണ് വീട്ടുകാർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം മകളുടെ സന്തോഷത്തെക്കാളും സമാധാനത്തെക്കാളും വലുതായി എങ്ങനെയാണ് കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം മാറുന്നത്? ആർക്കു വേണ്ടിയാണ് മനുഷ്യരിങ്ങനെ അഭിനയിച്ച് ജീവിക്കുന്നത്? കുടുംബം എന്ന വാക്കിനോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു ദേവ്. സ്വന്തം ജീവിതത്തിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുന്ന എത്ര സ്ത്രീകളുണ്ടാകും? ഇതെല്ലാമാണ് ജീവിതമെന്ന് കരുതി മക്കളെയും അവർ അനുഭവിച്ച അതേ ജീവിതത്തിലേക്ക് തള്ളിവിടുമ്പോൾ അവർക്ക് വേദനിക്കാത്തതെന്താണ്? അയാൾ എന്നോട് ചെയ്തതൊന്നും ആൻറ്റിയോട് പറയാൻ തോന്നിയില്ല. അല്ലാതെ തന്നെ അയാളെ വെറുക്കാൻ 1000 കാരണങ്ങൾ അവർക്ക് വേറെയുണ്ട്. അതിലേക്ക് ഇതുകൂടെ ചേർക്കേണ്ടെന്ന് തോന്നി. ആൻറ്റിക്ക് ഇനി ഈ ജീവിതത്തിൽ നിന്നും തിരിച്ചു നടക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല. പക്ഷേ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ടായിട്ടും ദേവു എന്താണ് അത് ചെയ്യാത്തതെന്നാണ് മനസ്സിലാവാത്തത്. സ്വന്തം ജീവിതത്തിൻ്റെ കീ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് അവർക്കിഷ്ടമുള്ള പോലെ ചലിക്കാൻ വിധിക്കപ്പെട്ടവരാണോ എല്ലാ സ്ത്രീകളും? എന്തിനെയാണ് എല്ലാവരും ഭയക്കുന്നത്? ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഒരേ സ്വാതന്ത്ര്യമല്ലേ? എന്നിട്ടും എന്താണ് ചിലർ മാത്രം ഇപ്പോഴും പലരുടെയും അനുവാദത്തിനു വേണ്ടി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്? എവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റുന്നത്? ഒരാളെ അനുസരിപ്പിച്ച് നിർത്തുന്നിടത്ത് എന്ത് സന്തോഷമാണ് മറ്റൊരാൾക്ക് ലഭിക്കുന്നത്? സ്നേഹത്തിൻ്റെ പേരു പറഞ്ഞാണെങ്കിൽ ലോകത്ത് ഒരു അടിമയും തൻ്റെ ഉടമയെ സ്നേഹിച്ച ചരിത്രമില്ലെന്ന് ഇവർക്ക് തിരിച്ചറിവില്ലേ? ദേവ്, എനിക്ക് മടുത്തു. മുന്നോട്ട് എന്ത് പ്രതീക്ഷിച്ചാണ് ജീവിക്കേണ്ടത് എന്നെനിക്കറിയില്ല. എല്ലാത്തിനോടും എനിക്കിപ്പോൾ വെറുപ്പ് മാത്രമാണ്. സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ അവസാന തിരയും എന്നിൽ നിന്ന് അകന്നു പോകുന്നതിന് മുൻപേ വരിക, സ്നേഹിക്കുക. ഒരുപാട് ഇഷ്ടത്തോടെ അതിഥി. മാഡം എഴുന്നേറ്റേ, നിൻ്റെ ഫോൺ രാവിലെ തൊട്ട് റിങ് ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച കുളിയും അലക്കുമെല്ലാം കഴിഞ്ഞ് തുണി വിരിച്ചിടുന്നതിനിടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന അതിഥിയെ തട്ടി വിളിച്ച് സാക്ഷി പറഞ്ഞു. അവൾ മുഖത്തുനിന്നും പുതപ്പ് മാറ്റി കണ്ണ് പാതി തുറന്ന് ഫോണെടുത്തു. ലേയുടെയും അമ്മയുടെയും ആദിയുടെയും മിസ് കോളുണ്ട്. ലേയും അമ്മയും വെറുതെ വിളിച്ചതാകും. ഇവൻ എന്തിനാണ് രാവിലെ തന്നെ നിരത്തി വിളിച്ചത്? ഇത് പതിവില്ലാത്തതാണല്ലോ. അവൾ അവനെ തിരിച്ചു വിളിച്ചു. എടി, നീ റെഡിയായില്ലേ? ഞാൻ ഒരു 15 മിനിറ്റിൽ എത്തും ട്ടോ. എവിടേക്ക്? അവൾ ഉറക്കച്ചടവോട് ചോദിച്ചു. ശവമേ, നീ ഇതുവരെ എണീറ്റില്ലേ? നീയല്ലേ വെറുതെ ഓഫീസിലിരുന്ന എന്നെക്കൊണ്ട് മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യിച്ചത്? എന്നിട്ടിപ്പോൾ എവിടേക്കെന്നോ? ഞാൻ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഞാൻ എപ്പോഴേ റെഡിയായി. സിനിമയ്ക്ക് പോകേണ്ട കാര്യം ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ തെറിയുടെ പൂരമാകും എന്നുറപ്പുള്ളതിനാൽ അവൾ ശബ്ദം നേരെയാക്കി പറഞ്ഞു. ആ, അങ്ങനെ വാ. അപ്പോൾ 15 മിനിറ്റ്. എന്നെ പോസ്റ്റ് ആക്കരുത്. അവൻ ഫോൺ വെച്ചു. അതിഥി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഡ്രസ്സ് മാറി കൃത്യം 15 മിനിറ്റായപ്പോൾ വീണ്ടും ആദിയുടെ ഫോൺ വന്നു. അവൻ ഹോസ്റ്റലിൻ്റെ താഴെ വന്നിട്ടുണ്ടോ? ഇറങ്ങാൻ നിന്ന അതിഥിയോട് സാക്ഷി ചോദിച്ചു. ആ, എന്തേ? എന്നാൽ ഞാനും വരാം. എന്നെ ഇഷ്ടമില്ലാത്ത ആ കക്ഷിയെ ഞാനും ഒന്ന് കാണട്ടെ. സാക്ഷിയും അവർക്കൊപ്പം പുറത്തിറങ്ങി. നീ അവനോട് അടിയൊന്നും ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ തന്നെ കുറച്ചു ലേറ്റായി എന്ന് പറഞ്ഞ് ആള് കലിപ്പിലാണ്. ഹേയ്, നീ ഇങ്ങനെ പേടിക്കാതെ, ഞാനല്ലേ കൂടെ വരുന്നത്. സാക്ഷി മുന്നിൽ നടന്നു. ആദി, ദേ ഇതാണ് ഞാൻ പറയാറുള്ള സാക്ഷി. അവൾ അവനെ കണ്ടപാട് സാക്ഷിയെ പരിചയപ്പെടുത്തി. അവൻ കഷ്ടപ്പെട്ടെന്നോണം അവളെ നോക്കി ചിരിച്ചു. അപ്പോൾ ഇതാണെന്നെ ഒരുപാട് ഇഷ്ടമുള്ള ആദി അല്ലേ? സാക്ഷി അവന് നേരെ കൈനീട്ടി. അവൻ സംശയഭാവത്തോടെ അതിഥിക്ക് നേരെ തിരിഞ്ഞു. അവൾ ഈ സീനിലേ ഇല്ലെന്ന ഭാവത്തിൽ പിറകോട്ട് മാറി. ഇയാളും വരുന്നുണ്ടോ സിനിമയ്ക്ക്? ആദി സാക്ഷിയെ നോക്കി ചോദിച്ചു.
ഇല്ല, ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് റോഡ് അടിച്ചു വരാൻ വന്നതാ. അവൾ ഭാവവ്യത്യാസമില്ലാതെ മറുപടി പറഞ്ഞു. ഹോ, ആദ്യ കാര്യം മനസ്സിലാകാതെ അവളെ നോക്കി. എനിക്ക് ലേശം വൃത്തിയുടെ സൂക്കേടുണ്ട്. ഈ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പൊടിയൊക്കെ കണ്ടാൽ എനിക്ക് ഉറക്കം പോലും കിട്ടില്ല. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ ആ വളവ് മുതൽ ഇവിടം വരെ അടിച്ചു വാരും. എന്നാൽ പിന്നെ ഈ റോഡ് മാത്രമാക്കുന്നത് എന്തിനാ? ദിവസവും ഓഫീസ് വരെ പോകാറില്ലേ? അവിടെ വരെ അങ്ങ് അടിച്ചേരെ. പിന്നെ ഡെയിലി പോകുമ്പോൾ ഒരു ബക്കറ്റും മഗും കൂടി എടുത്തോ. ബുക്ക് ചെയ്യുന്ന ക്യാബിൻ പൊടിയുണ്ടെങ്കിൽ അത് കഴുകിയിട്ട് കയറിയാൽ മതി. അവൾ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ ആദിയും വിട്ടുകൊടുത്തില്ല. ഓ, രണ്ടുമൊന്ന് നിർത്തിക്കേ. നീ വന്നേ ആദി, പടത്തിന് ലേറ്റാകും. അതിഥി അവൻ്റെ കൈപിടിച്ച് നടന്നു. നിനക്കുള്ളത് ഞാൻ വന്നിട്ട് തരാം, അവൾ തിരിഞ്ഞു നിന്ന് സാക്ഷിയോട് പറഞ്ഞു. ഇനിയുണ്ടോ നിന്റെ കയ്യിൽ ഇതുപോലത്തെ ഐറ്റം? ക്യാബിൽ കയറിയപ്പോൾ അവൻ അല്പം ദേഷ്യത്തോട് ചോദിച്ചു. ആ ഉണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെ കാറിൽ ഇരിക്കുന്നു. ആദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൾക്ക് അമ്മയുടെ കോൾ വന്നു. അമ്മോ, നീ എവിടെയാണ്? ഇന്ന് ലീവല്ലേ? ഞാനും ആദ്യം ഒരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയതാ. നീ ഒരു 5000 അപ്പുവിൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കണം കേട്ടോ. നാളെ ഇവിടെ അടുക്കളയുടെ പണിക്ക് ആൾ വരും. ഞാൻ ഈ മാസം 10,000 അയച്ചതല്ലേ, അതിൽ നിന്ന് എടുത്തു കൊടുക്ക്. അതൊക്കെ ചിലവായില്ലേ? വീട്ടിൽ എന്തൊക്കെ ചിലവുണ്ടെന്നാണ് നിൻ്റെ വിചാരം? അപ്പോൾ അച്ഛൻ പണിക്ക് പോകുന്ന കാശൊക്കെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? എനിക്കിവിടെ ചിലവുകളില്ലേ? എഡ്യൂക്കേഷൻ ലോൺ എടുക്കണ്ടേ? അതൊക്കെ ആര് നോക്കും? അവൾക്ക് ദേഷ്യം വന്നു. നിനക്ക് ഭക്ഷണം ഹോസ്റ്റലിൽ ഇല്ലേ? അത് കഴിക്കാതെ പുറത്തു പോയി കാണുന്നതൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നത് കൊണ്ടാണ് കാശ് തികയാത്തത്. പോരാത്തതിന് എല്ലാ മാസവും ഡ്രസ്സ് എടുക്കുന്നത് വേറെ. പിന്നെ ഓഫീസിൽ പോകാൻ എനിക്ക് ഡ്രസ്സ് വേണ്ടേ? ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാനുള്ള അവകാശമില്ലേ? അവൾ കുറച്ചു ശബ്ദമുയർത്തി ചോദിച്ചു. അമ്മോ, ഇല്ലാത്തവർ ഇല്ലാത്ത പോലെ ജീവിക്കണം. മറ്റുള്ളവരെ കണ്ടു തുള്ളാൻ നിൽക്കരുത്. നീ ഇവിടേക്കൊന്നും തരണ്ട. നിനക്കിഷ്ടമുള്ളതുപോലെ ആഡംബരം കളിച്ച് ജീവിക്കുക. ഞാൻ ആരെ കണ്ട് തുള്ളിയെന്ന അമ്മ പറയുന്നത്? അമ്മോ, നിനക്കറിയാലോ ഇവിടെ പൈസയ്ക്ക് എത്ര ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കി നിനക്ക് കണ്ടെറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തൂടെ? ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല. ഒരു കുടുംബമാവുമ്പോൾ ഞാൻ പറയുന്നതായിരുന്നു ശരിയെന്ന് മനസ്സിലാകും. അമ്മ ശബ്ദം അല്പം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ചെറുപ്പത്തിലേ തുടങ്ങിയതാണല്ലോ അമ്മ എനിക്ക് ഈ നല്ല കുടുംബമുണ്ടാക്കാനുള്ള ക്ലാസ്. എന്നിട്ട് അമ്മയ്ക്കിപ്പോൾ കിട്ടിയതൊരു നല്ല കുടുംബമാണോ? അമ്മ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ജീവിക്കുന്നത്? അതെല്ലാം നിനക്കും അപ്പുവിനും വേണ്ടിയല്ലേ? മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ്. നിനക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മനസ്സിലാകും. നിന്റെ നല്ലതിനു വേണ്ടിയേ അമ്മ എപ്പോഴും സംസാരിക്കൂ. നീ പൈസ ഇങ്ങനെ ചിലവാക്കിയാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും? ഞാൻ അല്ലാതെ ആരാണ് നിനക്കിതൊക്കെ പറഞ്ഞു തരാനുള്ളത്? അമ്മ പറഞ്ഞെടുത്തോളം മതി. പൈസ ഞാൻ എങ്ങനെയെങ്കിലും അയച്ചേക്കാം. അവൾ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. ആദി അവരുടെ സംസാരം ശ്രദ്ധിക്കാത്ത പോലെ ഫോണിൽ നോക്കിയിരുന്നു. സിനിമ തുടങ്ങിയിട്ടും അമ്മയുടെ പെരുമാറ്റം അതിഥിയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു. സിനിമ കഴിയുന്നതുവരെ അവൾ ആദിയോടും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്, വായു, നമുക്ക് പോയി ഫുഡ് കഴിക്കാം. പടം കഴിഞ്ഞ് മാളിൽ നിന്നും ഇറങ്ങുമ്പോൾ ആദി പറഞ്ഞു. ഞാനില്ല, എനിക്ക് ഹോസ്റ്റലിൽ പോയാൽ മതി. അവിടെ പോയിട്ട് നിനക്ക് എന്ത് മലമറിക്കാനാണ്? നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ മതി. ബാംഗ്ലൂരിലെ റെസ്റ്റോറൻറ്റുകളിൽ ഏതു സമയവും ഒരേ തിരക്കാണ്. പക്ഷേ ആ തിരക്കിനിടയിലും ആളുകൾ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ലോകത്ത് കഥകൾ പറഞ്ഞ് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആർക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തിലേക്ക് ഏന്തി വലിഞ്ഞ് അഭിപ്രായം പറയാനോ ഉള്ള സമയമോ താല്പര്യമോ ഇല്ല. എടോ, അമ്മ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. ഭക്ഷണം ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ അതിഥിയെ നോക്കി അവൻ പറഞ്ഞു. എങ്ങനെയാണ് ആദ്യം കാര്യമാക്കാതെ ഇരിക്കുന്നേ? അവരെന്താണ് ഒരിക്കൽ പോലും എൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാത്തത്? എന്നെ മനസ്സിലാക്കാൻ വേറെ ആരാ ഉള്ളത്? അവൾ കരച്ചിലിൻ്റെ വക്കിലെത്തിയ പോലെ ആദിക്ക് തോന്നി. അവൻ കസേര വലിച്ചിട്ട് അവൾക്കടുത്തേക്കിരുന്നു. എൻ്റെ അതിഥി, നിന്നെക്കുറിച്ച് ഞാൻ വീട്ടിൽ എന്തൊക്കെയാണ് പറയാറുള്ളതെന്നറിയോ? എന്താ? അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു. വെറും 22 വയസ്സേ ഉള്ളൂ നിനക്ക്. നിന്റെ പ്രായത്തിൽ ഞാൻ നാട്ടിൽ വെറുതെ തേരാപാര നടക്കുവാണ്. നീ ഈ സമയത്തിനുള്ളിൽ ഇപ്പോൾ 2ാമത്തെ ജോലിക്ക് കയറി എന്നേക്കാൾ സാലറി വാങ്ങിക്കുന്നു. ഒരു പുതിയ നഗരത്തിൽ ഒറ്റയ്ക്ക് വന്ന് ജീവിക്കുന്നു. എനിക്കറിയാം അതത്ര എളുപ്പമൊന്നുമല്ലെന്ന്. അതും പോരാതെ നീ വീട്ടുകാരെയും സഹായിക്കുന്നില്ലേ? നിന്റെ ഒരാവശ്യങ്ങൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുന്നില്ലേ? ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇനി അവർ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയായി കണ്ടാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ പറ, ഞാനൊന്ന് ചാർജ് ആവട്ടെ. അവൾ ചെറിയ ചിരിയോടെ കൈ രണ്ടും ടേബിളിൽ ഊന്നി കേൾക്കാൻ റെഡിയായി. നിന്നെപ്പറ്റി ഒരു വാക്കുപോലും നല്ലത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഒരിളവ് തരാം. അവൻ മുഖത്ത് ലേശം ഗൗരവം വരുത്തി. ശക്തി ഇടയ്ക്ക് ഡെസ്കിൽ പറയും.
നിന്നെപ്പോലെ ഒരു അനിയത്തി വീട്ടിലുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമെന്ന്. ആണോ? നിനക്കും തോന്നിയോ അങ്ങനെ? തോന്നി. പക്ഷെ നിന്റെ കയ്യിലിരിപ്പ് വെച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ ചാക്കിലാക്കി വല്ല പുഴയിലും കൊണ്ട് കളയും. നീ പോടാ തെണ്ടി. ഇത് പറയാൻ ഇത്രയും പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ ആ തമാശകൾ ആസ്വദിക്കുന്ന പോലെ പറഞ്ഞു. ഭക്ഷണമെല്ലാം കഴിച്ച് കുറച്ചു സാധനങ്ങളൊക്കെ വാങ്ങി അവൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും 6 മണി കഴിഞ്ഞിരുന്നു. മുറിപൂട്ടി പാർക്കിൽ പോകാനിറങ്ങിയ സാക്ഷിയോടും അശ്വിനിയോടും ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവൾ ബാഗ് വെക്കാൻ റൂം തുറന്നു. നീ അതൊക്കെ വെച്ച് മെല്ലെ വന്നാൽ മതി. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. വരുമ്പോൾ ദേവികയെ കൂടെ വിളിക്ക്. ഇന്നലെ പോയതിൽ പിന്നെ അവളുടെ ഒരു വിവരവും ഇല്ല. സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടെ സാക്ഷി വിളിച്ചു പറഞ്ഞു. അവൾ മുകളിലെ റൂമിൽ പോയി ദേവികയെയും വിളിച്ച് 4 പേരും പാർക്കിലേക്ക് നടന്നു. ദേ വേഗം നടന്നോ, അങ്ങോട്ട് നോക്കണ്ടട്ടോ. ഒരു ബെഞ്ചിൽ ചുറ്റുമുള്ള ഒന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന ഭാവത്തിൽ പരസ്പരം ചേർന്ന് നിന്ന് ചുംബിച്ചുകൊണ്ടിരുന്ന 2 പേരെ കണ്ട് ദേവിക പറഞ്ഞു. നീ എന്തിനാ ദേവു ഇത്ര അത്ഭുതപ്പെടുന്നത്? ഒന്നുമില്ലേലും നീയും ഒരു കാമുകിയല്ലേ? എന്ന് വെച്ച് ഞങ്ങളും ഇതൊക്കെ പബ്ലിക്കായി ചെയ്യുമെന്നാണോ? ദേവിക അല്പം പരിഭവത്തോട് ചോദിച്ചു. അപ്പോൾ പ്രൈവറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലേ? സാക്ഷി എടുത്തടിച്ച പോലെ ചോദിച്ചു. നിലവിൽ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒന്നുമില്ല, പോരെ? നിനക്ക് എന്തിൻ്റെ കേടാ സാക്ഷി? നീ അവളെ വെറുതെ വിട്ടേക്ക്. ദേവികയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അതിഥി ഇടയിൽ കയറി. നിനക്ക് എന്താ സാക്ഷി പ്രശ്നം? ഇവർ തമ്മിൽ കിസ് ചെയ്യാത്തതാണോ? നിനക്കിത് പുത്തരിയല്ലെന്ന് കരുതി എല്ലാവരും അങ്ങനെയാവണമെന്നുണ്ടോ? എന്ത് എനിക്കോ? സിദ്ധ് എനിക്ക് ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന് സിദ്ധിൻ്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞേ? നീ എന്താ കിസ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധിനെ തന്നെ ഓർക്കാൻ കാര്യം? 3 പേരും കള്ളത്തരം കണ്ടുപിടിച്ച സന്തോഷത്തോടെ സാക്ഷിക്ക് നേരെ തിരിഞ്ഞു. ഇപ്പോൾ പോയാൽ മെസ്സിന്ന് ഫുഡ് കിട്ടും. നിങ്ങൾ വരുന്നുണ്ടോ? സാക്ഷി വിഷയം മാറ്റാൻ ശ്രമിച്ചു. ഇനിയും ഇതും പറഞ്ഞ് കളിയാക്കിയാൽ 2 ദിവസം മുഖം വീർപ്പിച്ച് നടക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവർ തൽക്കാലം കൂടുതലൊന്നും ചോദിക്കാതെ ഹോസ്റ്റലിലേക്ക് നടന്നു. അതെ, നിങ്ങൾ നടന്നോ. ഞാനൊന്ന് ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ വന്നിട്ട് കഴിച്ചോളാം. അതിഥി പാർക്കിൽ നിന്ന് നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. ഇന്നലത്തെ സംഭവത്തിന് ശേഷം ആൻറ്റിയെ വിളിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. എന്താണ് ചോദിക്കേണ്ടതെന്ന് അവൾക്ക് നിശ്ചയമുണ്ടായില്ല. ഇപ്പോൾ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ആ വീർപ്പുമുട്ടൽ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോഴേ അവൾക്ക് അനുഭവപ്പെട്ടു. മോളെ, ഇപ്പോൾ എങ്ങോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. ഡോർ തുറന്നപാടെ അങ്കിൾ ചോദിച്ചു. അവൾക്ക് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത്രയും നടന്നിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ അഭിനയിച്ച് തകർക്കുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് തനിക്കിത് മറക്കാൻ കഴിയാത്തത് എന്നോർത്തപ്പോൾ അവൾ കറപ്പ് തോന്നി. അയാളുടെ ആ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ആൻറ്റി ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ശരീരത്തിൽ ഇപ്പോഴും വേദനയുടെ പാടുകൾ ശേഷിക്കുന്നുണ്ടെങ്കിലും അവർ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. അവർ വീണ്ടും പഴയ കുടുംബിനിയായി. നീ വന്നത് നന്നായി. ഇന്ന് അങ്കിൾ വന്നപ്പോൾ കുറേ മീൻ വാങ്ങി. നല്ല മീൻകറി വെച്ചിട്ടുണ്ട്. നിനക്ക് ചോറ് വേണോ ചപ്പാത്തി വേണോ? വറുക്കാനുള്ള വലിയ മീൻ കഷ്ണങ്ങളിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നതിനിടെ ആൻറ്റി ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നത്. അങ്ങനെ നീ പറഞ്ഞാൽ ഫുഡ് കഴിക്കാതെ പോകാൻ അങ്കിൾ സമ്മതിക്കോ? അയാളുടെ സമ്മതം ആർക്ക് വേണം? അവൾക്ക് ദേഷ്യം വന്നു. അമ്മു, ഒന്ന് പതുക്കെ പറ. അങ്കിൾ ഹാളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? ആൻറ്റി എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്? മതിയായില്ലേ? ഇവിടെയെല്ലാം എല്ലാവർക്കും അറിയാം. പിന്നെ ആരെ കാണിക്കാനാണ് ഈ ഫാമിലി ഡ്രാമ? ഞാനിനി ഇങ്ങോട്ട് വരില്ല. ആൻറ്റിക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഹോസ്റ്റലിലേക്ക് വന്നാൽ മതി. നമുക്ക് സംസാരിക്കാം. അമ്മു, ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഈ കാരണം കൊണ്ട് നിനക്കിവിടെ വരാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ ഒരു വീട്ടിലും കയറി ചെല്ലാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല. എല്ലാ കുടുംബത്തിലും നാടകങ്ങൾ തന്നെയാണ് നടക്കുന്നത്. മണിക്കൂറുകൾ എന്നത് ജീവിതകാലം മുഴുവൻ എന്ന് മാത്രം. നിനക്കിതല്ലാതെ അങ്കിളിനോട് ദേഷ്യം തോന്നാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ആൻറ്റി ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്ന് നിർത്തിവെച്ച് അവളെ നോക്കി ചോദിച്ചു. എന്ത് കാരണം? അവൾക്ക് പെട്ടെന്ന് നെഞ്ചിനുള്ളിൽ എന്തോ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. അപ്പോൾ ഭക്ഷണം വേണ്ടല്ലോ? വേണ്ട, ഞാൻ ഇറങ്ങാണ്. ആൻറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കൂ. ചേച്ചി എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്ന അതിഥിയെ കണ്ട് ശാലു ചോദിച്ചു. കുറച്ചു നേരമായി. ഞാൻ അമ്മയോട് വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു. മോളു, ചേച്ചിക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിപ്സ് എടുത്തു കൊടുക്ക്. അവരുടെ സംസാരത്തിനിടയിൽ മനഃപൂർവ്വം കയറാൻ ശ്രമിച്ചുകൊണ്ട് അങ്കിൾ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇറങ്ങുവാണ്. മറുപടി വരുന്നതിന് മുൻപേ അവൾ വാതിലടച്ച് പുറത്തിറങ്ങി. തീ പടർന്നു കൊണ്ടിരിക്കുന്ന ഒരിടത്തു നിന്നും പൊള്ളലേൽക്കാതെ പുറത്തെത്തിയെന്ന പോലെ അവൾ വേഗത്തിൽ കോണിപ്പടികൾ ഇറങ്ങി. ചേച്ചി ഒന്ന് നിന്നേ, ഞാനും വരുന്നു. അവളുടെ പിറകെ ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ട് ശാലു വിളിച്ചു പറഞ്ഞു. നീ എങ്ങോട്ടാ? അതിഥി തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. എനിക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ട്. ചേച്ചിക്കിപ്പോൾ വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലേ? ഫുട്പാത്തിലൂടെ നടക്കുന്നതിനിടെ ശാലു ചോദിച്ചു. ഹേയ്, അങ്ങനൊന്നുമില്ലടോ. സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ചേച്ചിയും അമ്മയെയും അച്ഛനെയും പോലെ എന്നോട് കള്ളം പറയണ്ട. ചെറുപ്പം മുതലേ കളവ് കേട്ട് ശീലിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും.
എനിക്കു തന്നെ ഇഷ്ടമില്ല എൻ്റെ വീട്. പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടമാവാനാണ്? ശാലു, നീ എങ്ങനെയെങ്കിലും +2 കഴിഞ്ഞ് ദൂരെയുള്ള കോളേജിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യൂ. ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ നിനക്ക് കുറച്ച് സമാധാനമുണ്ടാവും. അതിഥി നടക്കുന്നതിനിടെ അവളുടെ കൈ മുറുകെ പിടിച്ചു. എല്ലാവരും എവിടെ പോയാലും തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം സ്വന്തം വീടാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കരുതലിലേക്കാണ്. പക്ഷേ എനിക്കത് നേരെ തിരിച്ചാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എനിക്കൊരു അനിയനോ ചേട്ടനോ ഉണ്ടായെങ്കിലെന്ന്. നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞൊന്ന് കരയാനെങ്കിലും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായേനെ. എല്ലാവരും പറയും ഒറ്റമോളായത് ഭാഗ്യമാണെന്ന്, ഭാവിയിൽ ഒന്നും വീതം വെക്കേണ്ടി വരില്ലെന്നൊക്കെ. സമ്പത്തിനേക്കാൾ കൂടുതൽ വീതം വെക്കാൻ എനിക്കുള്ളത് കുറേ സങ്കടങ്ങളാണ് ചേച്ചി. പക്ഷെ അതാർക്കും ആവശ്യമില്ല. ഫോട്ടോസ്റ്റേറ്റ് എടുക്കാനുള്ള പേപ്പർ കൈമാറുന്നതിനിടെ ശാലു തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ചു. നിനക്ക് ഞാനില്ലടോ. എനിക്ക് നീ എൻ്റെ അനിയത്തി തന്നെയല്ലേ. നിനക്ക് ഞാനുണ്ടാവും. മടുത്തെന്ന് തോന്നുമ്പോൾ ഓടിപ്പോന്നേക്ക്. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം. അതിഥി അവളെ ചേർത്തു പിടിച്ചു. അല്ല, നിനക്കിനി ചേട്ടനെയും അനിയനെയും മാത്രമേ ബോധിക്കത്തുള്ളൂ? അതിഥി അവളെ തണുപ്പിക്കാൻ തമാശയെന്നോണം ചോദിച്ചു. ഏയ്, അങ്ങനല്ല. ഒരു പെൺകുട്ടിക്ക് എൻ്റെ അതിനിസ്സഹായ അവസ്ഥ തന്നെയാകും. പക്ഷേ ആൺകുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അവർക്ക് നമ്മളെ സേഫായി നിർത്താൻ പറ്റും. ഒന്നുമില്ലെങ്കിലും പ്രതികരിക്കാനെങ്കിലും ശ്രമിക്കും. അതൊക്കെ നമുക്കും ആവാടോ. ആദ്യം നീ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ജീവിതം, നിൻ്റെ ഇഷ്ടങ്ങൾ. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. ഞാൻ ഇവിടുന്ന് മാറിയാൽ നീയും എൻ്റെ കൂടെ വരൂ. നമുക്ക് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് ഒരുമിച്ച് ഒരു ഫ്ലാറ്റ് എടുത്ത് നിൽക്കാം. നല്ല രസമായിരിക്കുമല്ലേ? ആർക്കും ഒന്നിനും വിശദീകരണം കൊടുക്കേണ്ട, വഴക്കുകളില്ല, എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ശാലുവിൻ്റെ മുഖത്ത് ചെറിയ സന്തോഷം വന്നു തുടങ്ങി. അവൾ അതിഥിയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഹോസ്റ്റലിലേക്ക് തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ അവൾ ശാലുവിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നു. മാതാപിതാക്കളുടെ വാശിക്കും വഴക്കിനുമിടയിൽ നഷ്ടമാകുന്ന കുട്ടികളുടെ ജീവിതത്തെപ്പറ്റി സത്യത്തിൽ ആ കുട്ടികളെക്കാൾ വേദനിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടാകുമോ? കുട്ടികളായിരിക്കുക എന്നത് ചിലപ്പോഴൊക്കെ ഒരു ഗതികേടാണ്. അവരുടെ സങ്കടങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം കുട്ടികൾക്ക് എന്തറിയാം എന്ന ഒറ്റ ചോദ്യത്തിൽ റദ്ദു ചെയ്യപ്പെടും. അതിഥിക്ക് അന്ന് എഴുതാൻ ഒരുപാടുണ്ടായിരുന്നു. അവൾ ഡയറി എടുത്ത് എഴുതാനിരുന്നപ്പോഴേക്കും സാക്ഷി മുഖം വീർപ്പിച്ചെത്തി. സിദ്ധുമായി ഉണ്ടായ വഴക്കും പരാതികളും പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി. കിടക്കാൻ നേരം അതിഥി ഡയറി എടുത്ത് ബാഗിൽ വെച്ചു. നാളെ ഓഫീസിൽ നിന്ന് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി എഴുതണം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എഴുതേണ്ട സമയത്ത് എഴുതി തീർത്തില്ലെങ്കിൽ പിന്നീട് എത്ര കൂട്ടിവെക്കാൻ ശ്രമിച്ചാലും അക്ഷരങ്ങൾക്ക് ജീവനില്ലാത്ത പോലെ തോന്നും. 10. പിറ്റേന്ന് ഓഫീസിൽ പോകാൻ അതിഥി കുളിച്ചു റെഡിയായി വന്നപ്പോഴേക്കും സാക്ഷി ബെഡിൽ തന്നെയാണ്. ഇന്നലെ സിദ്ധുമായുണ്ടായ വഴക്കിൻ്റെ ഹാങ് ഓവറിൽ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലെന്ന വാശിയിലാണ്. നീ എന്താ ദേവികയ്ക്ക് പഠിക്കാണോ? മൂടി പുതച്ച് കിടന്നുറങ്ങിയ സാക്ഷിയുടെ മുഖത്തെ പുതപ്പ് മാറ്റി അതിഥി ചോദിച്ചു. എന്ത്? അല്ല, പൊതുവെ അവൾക്കാണ് ഇത്തരം സില്ലി മാറ്റേഴ്സിനെ ചൊല്ലി സ്വയം നശിപ്പിക്കുന്ന പരിപാടിയുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ ശരിക്കും നല്ല ഓവർ ആവുന്നുണ്ടല്ലേ? അല്പസമയത്തെ നിശബ്ദതയ്ക്കു ശേഷം സാക്ഷി ചോദിച്ചു. ആ അതെ, ഇപ്പോൾ നല്ല ഓവറാണ് നീ. ഈ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത് സത്യമാണ്. നിന്റെ ജീവിതവും തീരുമാനങ്ങളും എല്ലാം ഇപ്പോൾ അവനെ ചുറ്റിപ്പറ്റിയാണ്. വഴക്കുകൾ ഉണ്ടെങ്കിൽ അത് സംസാരിച്ചു തീർക്കണം. അല്ലാതെ ഓഫീസിൽ പോകാതെ ഇരുന്നിട്ട് എന്തു കിട്ടാനാണ്? അവരെ കുറച്ചു നേരത്തേക്ക് തോൽപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയാണ്. എല്ലാം പ്രണയത്തോട് ചേർത്ത് വെക്കാൻ നോക്കിയാൽ അവസാനം അതിനപ്പുറം ഒരു ജീവിതം ഇല്ലാതാവും സാക്ഷി. അതിഥി 2 കൈകൊണ്ടും അവളുടെ കവിളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി, ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ കരുതുന്നതല്ല. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്. ഞാൻ വേഗം കുളിച്ചു വരാം. സാക്ഷിയുടെ കുളിയും ഒരുക്കവും ഭക്ഷണവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലേക്ക് ഇറങ്ങാൻ പതിവിലും ലേറ്റായി. ഹലോ, അടുത്തെവിടെയെങ്കിലും ബിരിയാണി വല്ലതും കൊടുക്കുന്നുണ്ടോ? ക്യാബിറങ്ങി ഓഫീസിലേക്ക് ധൃതിയിൽ നടന്നുകൊണ്ടിരുന്ന അതിഥിയെ പിന്നിൽ നിന്നും വിളിച്ച് ആദി ചോദിച്ചു. ഓ, നല്ല ശകുനം. ഇന്നത്തെ ദിവസം പോയി. തിരിഞ്ഞു നോക്കി അവനെ കണ്ടപ്പോൾ അവൾ തലയിൽ കൈവച്ചു. രാവിലെ എന്നെ കാണാത്ത ദിവസമെല്ലാം നിനക്ക് നല്ല അടിപൊളിയാണല്ലോ. ചുമ്മാ വായിൽ വരുന്നത് വിളിച്ചു പറയാതെ നീ വാ, നമുക്കൊരു ചായ കുടിച്ചു വരാം. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. ഒറ്റയ്ക്ക് പോയി കുടിച്ചാൽ മതി. അതെന്താണ് ഒരു സ്നേഹമില്ലാതെ? നീ വാ, ചായ കുടിച്ചിട്ട് പോയാൽ മതി. അനുവാദത്തിന് നിൽക്കാതെ ആദ്യം അവളുടെ കൈവലിച്ച് കടയിലേക്ക് നടന്നു. എടി, നിന്റെ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? ചായക്കപ്പം പിടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയുടെ തലയിൽ ആദ്യം ഒരു കൊട്ടു കൊടുത്തു. എൻ്റെ മോതിരം നിൻ്റെ ബാഗിലുണ്ടോ എന്ന് നോക്കിയേ? ഫോൺ എടുത്തപാടെ സാക്ഷി പരിഭ്രമത്തോട് ചോദിച്ചു. നീ അപ്പോൾ അത് ബാഗിൽ നിന്ന് എടുത്തില്ലേ? നിന്നോട് ഞാൻ അന്നു രാത്രി തന്നെ എടുത്തു വെക്കാൻ പറഞ്ഞതല്ലേ? 2 മാസം മുൻപ് ഷോപ്പിങ്ങിന് പോയപ്പോൾ അതിഥിയുടെ ബാഗിൽ വെച്ച സാക്ഷിയുടെ മോതിരം തപ്പുന്നതിനിടെ അവൾ ചോദിച്ചു. ഞാൻ ആ കാര്യമേ മറന്നു. ഇപ്പോഴാ ഓർമ്മ വന്നത്. നീ ഒന്ന് നോക്കിയിട്ട് വിളിക്ക്. അതിഥി ഫോൺ കട്ട് ചെയ്ത് ബാഗിനുള്ളിലുണ്ടായ സാധനങ്ങൾ ഓരോന്നായി എടുത്ത് പുറത്തു വെച്ചു.
സ്വർണം വല്ലതുമാണെങ്കിൽ നിൻ്റെയിലുണ്ടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞേക്ക്, നമുക്കത് മറച്ചു വിൽക്കാം. ഈ ബാംഗ്ലൂർ സിറ്റി മുഴുവൻ വാങ്ങിക്കാനുള്ള കാശുണ്ടാകും അവളുടെ അച്ഛൻ്റെ കയ്യിൽ. ഇതൊന്നും അവൾക്കൊരു വിഷയമേ ആവില്ല. ആദ്യം അവളെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, എന്താ ബുദ്ധി! ഇതുകൊണ്ടാണ് നീയൊന്നും ഗതി പിടിക്കാത്തെ. അതിഥിക്ക് ദേഷ്യം വന്നു. ഓ ഭാഗ്യം, ഇതിലുണ്ട്. ബാഗിൻ്റെ അടിയിൽ നിന്നും പേപ്പറിൽ പൊതിഞ്ഞ മോതിരം കയ്യിലെടുത്ത് ആശ്വാസത്തോടെ പറഞ്ഞു. എടി, നീ അവളെ ഓഫീസിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മൾ കുറച്ചധികം ലേറ്റായെന്ന് തോന്നുന്നു. ശക്തിയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ആദി പോകാൻ തിരക്കുകൂട്ടി. നീ ഒറ്റ ആൾ കാരണമാണ് അവൻ്റെ ഒടുക്കത്തെ ചായ കുടി. അതിഥി ധൃതിയിൽ സാധനങ്ങൾ വാരി ബാഗിലിട്ടു. ആ, ഇനി എന്നെ പറഞ്ഞോ, നീ മോതിരം തപ്പിയിട്ടല്ല അപ്പോൾ സമയം പോയത്. ഓഫീസെത്തുന്നവരെ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവളുടെ ടീമിൽ പുതുതായി ജോയിൻ ചെയ്ത മലയാളി പെൺകുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുന്നതൊഴിച്ചാൽ അന്ന് അതിഥിക്ക് ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റായ ശേഷം ഗീതു ചേച്ചിയുടെ ആദ്യ ജോലിയാണിതെന്നും ചേച്ചിയുടെ ഹസ്ബൻഡ് ജോലി രാജിവെച്ച് UPSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സംസാരത്തിൽ നിന്നും മനസ്സിലായി. ആദിയെ കൂടാതെ ഓഫീസിൽ ഒരു മലയാളിയെ കൂടി കിട്ടി സന്തോഷത്തിലായിരുന്നു അന്ന് മുഴുവനും അതിഥി. ചേച്ചിക്ക് ജോലി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ലഞ്ചിന് ശേഷം അതിഥി ഫ്രീ ആയിരുന്നു. രാവിലെ വൈകി വന്നത് തനിക്ക് സീനായില്ലെങ്കിലും ആദിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് ലഞ്ചിന് ആളെ കാണാഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ആളുടെ ക്യാബിനിലേക്ക് പോയാൽ നല്ല തെറി കേൾക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഡയറി എഴുതാമെന്ന ആലോചനയിൽ ബാഗ് തുറന്നു. എന്താ കാണാതെ പോയത്? ചായ കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കാൻ വന്ന ഗീതു ചേച്ചി അവളുടെ പരിഭ്രമം കണ്ട് ചോദിച്ചു. എൻ്റെ ഡയറി കാണാനില്ല ചേച്ചി. ഇപ്പോൾ കരയുമെന്ന് അവളുടെ മുഖം കണ്ടപ്പോഴേ സംഭവം സീരിയസ് ആണെന്ന് ചേച്ചിക്ക് മനസ്സിലായി. നീ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയ റൂമിൽ നിന്ന് എടുത്തോന്ന്. എടുത്തു ചേച്ചി, ഇന്നലെ രാത്രി എടുത്തു വെച്ചതാ. രാവിലെ മോതിരം തിരഞ്ഞപ്പോഴും ഞാൻ കണ്ടതാ. അവൾ തിരച്ചിൽ നിർത്താതെ പറഞ്ഞു. മോതിരം തിരഞ്ഞത് എവിടെ വെച്ചാം? ഓ നാശം, ഞാനിവിടെ ടേബിളിൽ വെച്ചെന്നാ തോന്നുന്നേ. ചേച്ചി വാ, നമുക്കൊന്ന് പോയി നോക്കാം. അവൾ ഗീതു ചേച്ചിയുടെ കൈപിടിച്ച് ലിഫ്റ്റിനടുത്തേക്ക് ഓടി. ഡയറി കളഞ്ഞു കിട്ടിയോ എന്നറിയാവുന്ന കന്നഡയിലും ഹിന്ദിയിലും അവൾ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചെങ്കിലും ആർക്കും അതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. സങ്കടം അടക്കാൻ കഴിയാതെ ടേബിളിൽ തലവെച്ച് കരയാൻ തുടങ്ങിയ അതിഥിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഗീതു ചേച്ചി പരിഭ്രമത്തിലായി. എടി, നമുക്ക് വേറെ ഡയറി വാങ്ങിച്ചെഴുതാം, ചേച്ചി ആശ്വസിപ്പിച്ചു. അത് വെറും ഡയറി അല്ല ചേച്ചി, എനിക്കതില്ലാതെ പറ്റില്ല. അവൾക്ക് ഒരേ സമയം സങ്കടവും ദേഷ്യവും വന്നു. ചായ കുടിക്കാൻ വിളിച്ചു കൊണ്ടുപോയ ആദിയെയും മോതിരം തപ്പാൻ പറഞ്ഞ സാക്ഷിയെയും ഇപ്പോൾ മുന്നിൽ കിട്ടിയാൽ കൊന്നുകളയണമെന്ന് അവൾക്ക് തോന്നി. ഡയറി പോയ വിഷമത്തിൽ ആദിയോട് യാത്ര പോലും പറയാതെ അവൾ നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. ആ ഡയറിയിലുള്ളതെല്ലാം നീ തന്നെ എഴുതിയതല്ലേ? അതുപോലെ ഇനിയും ഒരു പുതിയ ഡയറി വാങ്ങി നമുക്ക് എഴുതാം. അന്ന് രാത്രി ചെറിയ കാര്യങ്ങൾക്ക് പോലും സാക്ഷിയോട് വഴക്കിട്ടുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി അശ്വിനി പറഞ്ഞു. താൻ കാരണമാണ് ഡയറി നഷ്ടപ്പെട്ടതെന്ന കുറ്റബോധമുള്ളതുകൊണ്ട് തന്നെ സാക്ഷി അവൾ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെ കേട്ടിരുന്നു. എന്താണ് എഴുതിക്കൂട്ടുന്നത് എന്ന ധാരണയില്ലെങ്കിലും ആ ഡയറിയോട് അതിഥിക്ക് മറ്റെന്തിനേക്കാളും അടുപ്പമുണ്ടെന്ന് സാക്ഷിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആരുടെ ആശ്വാസവാക്കിനും അവളുടെ സങ്കടത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഫോൺ എടുത്ത് ചിറ്റയെ വിളിച്ചു. എൻ്റെ ഡയറി കളഞ്ഞു പോയി. ചിറ്റ ഫോൺ എടുത്ത പാടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഡയറി പോയത് നിനക്ക് നല്ല വിഷമമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനിപ്പോൾ കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എനിക്കറിയില്ല. ഒരുപാട് കാലം കൂടെയുണ്ടായ ആരോ യാത്ര പോലും പറയാതെ ഓർമ്മകളും കവർന്ന് ഓടിപ്പോയ പോലെ തോന്നുന്നു. അവൾ ഇടറിയ ശബ്ദത്തോട് പറഞ്ഞു. ഇതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ അമ്മോ. നീ സമാധാനപ്പെട്. അങ്ങനെ ആർക്കും ഓർമ്മകളെ പറിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. ഓർമ്മിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അത് നമ്മുടെ ഉള്ളിൽ തന്നെ കാണും. ചിറ്റയോടും അധികനേരം സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണം കഴിച്ച ആരോടും വലിയ സംസാരത്തിന് നിൽക്കാതെ അവൾ ഉറങ്ങാൻ കിടന്നു. സിദ്ധുവുമായുള്ള ഫോൺ വിളിയെല്ലാം മാറ്റിവെച്ച് സാക്ഷി വേഗം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തു. ഡയറിയിൽ മഹാദേവിനെഴുതിയ ഒരു കത്ത് പോലും അവൾ വീണ്ടും വായിച്ചു നോക്കിയിട്ടില്ല. പുതിയൊരു ദിവസത്തെ വിശേഷങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഡയറി എടുക്കാറുള്ളത്. ആരാലും ഒരുപാട് വായിക്കപ്പെടേണ്ടതല്ല അതിലെഴുതിയതൊന്നും എന്നൊരനാവശ്യ വാശി അവൾക്കുണ്ടായിരുന്നു. എഴുതിച്ചേർത്ത വരികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിച്ചു മതിയായ ചില നിമിഷങ്ങൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. അതിൽ പരം വേദന മറ്റൊന്നിനുമില്ല. ഒരുപാട് പ്രിയപ്പെട്ട ഒരാളെ അപരിചിതമായ ഒരിടത്ത് ഉപേക്ഷിച്ച ശേഷം അയാളുടെ നിസ്സഹായത കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതെ താൻ നടന്നു വന്ന പോലെ അവൾക്ക് തോന്നി. തൻ്റേതു മാത്രമായ ഒരു ലോകം പെട്ടെന്നില്ലാതായതിൻ്റെ വേദനയിൽ എപ്പോഴാണ് കരഞ്ഞുറങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല. ഡയറി പോയി വിഷമിച്ചിരിക്കുന്ന കാര്യം അറിഞ്ഞതുകൊണ്ടാകാം പതിവ് തമാശയുമായി ആദ്യ പിറ്റേന്ന് ശല്യത്തിനൊന്നും വന്നില്ല. 3 മാസത്തിലൊരിക്കൽ ഓഫീസിൽ നടക്കുന്ന ബെസ്റ്റ് എംപ്ലോയീസ് അവാർഡിൽ അവളുടെ പേരുണ്ടായിട്ടും അവർക്കൊട്ടും സന്തോഷം തോന്നിയില്ല. അതിഥി, ട്രീറ്റ് ഉണ്ട് കേട്ടോ. അമ്മയെ വിളിക്കാനായി ഡെസ്കിൽ നിന്ന് പുറത്തിറങ്ങിയ അതിഥിയെ നോക്കി ശരണ്യ പറഞ്ഞു. അതൊക്കെ സെറ്റാക്കാം. അല്പം പരുങ്ങലോടെ അവൾ മറുപടി നൽകി. ഈ ശരണ്യയ്ക്ക് ഇത്രയും കാലമില്ലാത്ത സംസാരം എന്താണ് ഇപ്പോൾ?
ഓഫീസിലെ ആദ്യ ദിവസം തന്നെ മൈൻഡ് ചെയ്യാതിരുന്നതിൽ പിന്നെ അവളോട് അതിഥി സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൾ ആദ്യമായി കമ്പനിയായതിൽ പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് അവനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതിഥിക്കും ആദ്യക്കുമിടയിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയാണെന്ന് അവളുടെ ചോദ്യം കേട്ടാലേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന ഒറ്റ വരിയിൽ മറുപടി നൽകി അവൾ ആ സംസാരം അവസാനിപ്പിക്കും. സാലറി കൂട്ടിക്കിട്ടിയതുകൊണ്ട് ഇനി ദൂർത്തടിയും കൂടുമായിരിക്കും അല്ലേ? ഓഫീസിലെ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അമ്മയിൽ നിന്നുള്ള ആദ്യ ചോദ്യം കേട്ടപ്പോഴേ അവൾക്ക് ദേഷ്യം വന്നു. അമ്മയ്ക്ക് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ലേ? അഭിനന്ദിച്ചില്ലെങ്കിൽ പോട്ടെ, ഇങ്ങനെ നെഗറ്റീവ് പറയാതെയെങ്കിലും ഇരുന്നൂടെ? അവൾക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. അതിഥി ദേഷ്യത്തിൽ ഫോൺ വെച്ചു. ഓഫീസിലെ മറ്റുള്ളവരെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ഹാപ്പിയായിരിക്കുന്ന ആൾ അവളായിരിക്കും. അല്ലെങ്കിലും പുറത്തുനിന്ന് നോക്കി ആളുകളെ വിലയിരുത്താൻ എളുപ്പമാണ്. സത്യത്തിൽ മറ്റാരോടും പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആത്മദുഃഖങ്ങൾ പേറിയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയതാണ് അവൾക്ക് ഈ അവാർഡ്. അതിനുവേണ്ടി കഴിഞ്ഞ 3 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അത് കയ്യിൽ കിട്ടിയപ്പോൾ അതിനേക്കാൾ വലിയ ഒന്നിൻ്റെ നഷ്ടത്തിൻ്റെ വേദനയിൽ അതൊന്നുമല്ലാതായിപ്പോയി. അവൾക്കത് സന്തോഷത്തോടെ പങ്കുവെക്കാൻ സ്വന്തമെന്ന് തോന്നുന്ന ആരുമില്ലാത്ത പോലെ തോന്നി. ചുറ്റുമുള്ളവരെല്ലാം ഒരുപാട് അപരിചിതരായ പോലെ. അല്ലെങ്കിലും വിജയങ്ങളെല്ലാം പൂർണ്ണമാകുന്നത് അത് പങ്കുവെക്കപ്പെടുമ്പോഴാണ്. 11. ഹേയ് അതിഥി. ഓരോന്നാലോചിച്ച് വൈകുന്നേരം ഊബർ പിടിക്കാൻ പുറത്തേക്ക് നടന്ന അതിഥി വിളി കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ചായക്കടയിൽ നിന്നുമാണ് ആരോ വിളിച്ചത്. ചുറ്റുമുള്ള ഓഫീസുകളിലെ ഒരുവിധം എല്ലാവരും ചായ കുടിക്കാനും സിഗരറ്റ് വലിക്കാനും അവിടെ തന്നെയാണ് വരാറുള്ളത്. അതിനാൽ എപ്പോഴും ഒരേ തിരക്കാണ്. അതിഥി ദൂരെ നിന്ന് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി. ഇതിൽ ആരാണ് തന്നെ വിളിച്ചത്? പരിചയമുള്ള മുഖങ്ങളൊന്നും പെട്ടെന്ന് അവൾക്ക് കണ്ടെത്താനായില്ല. ഇനി വിളിച്ചത് തന്നെ അല്ലെങ്കിലോ എന്ന ചിന്തയിൽ അവൾ തിരിഞ്ഞു നടക്കാനൊരുങ്ങി. അപ്പോൾ കപ്പിൽ ബാക്കി വന്ന ചായ വേഗത്തിൽ ഒറ്റവലിക്ക് കുടിച്ചു തീർത്ത് ഒരു പയ്യൻ കൈ കാണിച്ച് അവൾക്കടുത്തേക്ക് നടന്നു വന്നു. ഇവൻ ഏതാണ്? ഇതിനു മുൻപേ എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല. ആളുടെ അപ്പിയറൻസ് കണ്ടപ്പോഴേ ഇവിടെ ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി ചെയ്യുകയാകുമെന്ന് അവൾ ഉറപ്പിച്ചു. ഇത് തൻ്റെയല്ലേ? നടന്ന് അടുത്തെത്തിയതും കയ്യിലുണ്ടായ ഡയറി അവൾക്കു നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അയ്യോ അതെ, ഇതെവിടെ നിന്ന് കിട്ടി? അതിഥി പരിസരം നോക്കാതെ അത് പിടിച്ചു വാങ്ങി ധൃതിയിൽ താളുകൾ മറിച്ചു നോക്കി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നലെ ഇയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചായ കുടിക്കാൻ അവിടെ വന്നിരുന്നു. ടേബിളിൽ ഡയറി കണ്ട ഉടനെ തന്നെ ഞാൻ വിളിച്ചിരുന്നു. പക്ഷേ താനത് കേട്ടില്ല. പിന്നെ കൊണ്ടുതരാൻ തൻ്റെ വേറെ ബോട്ട്സ് ഒന്നും അറിയില്ലല്ലോ. എന്ന് തന്നെ ഇവിടെ വെച്ച് കണ്ടാലോ എന്ന് കരുതി കയ്യിലെടുത്തതാ. അപ്പോഴും അവളുടെ മുഖത്ത് ശേഷിച്ച സന്തോഷത്തിൻ്റെ പ്രസരിപ്പ് കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു, എനിക്ക് തന്നോട് എങ്ങനെ താങ്ക്സ് പറയേണ്ടതെന്നറിയില്ല. എനിക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാം. അവൻ തലയാട്ടി. എന്തറിയാമെന്ന് അവൾ പരുങ്ങലോട് ചോദിച്ചു. അല്ല, കണ്ടപ്പോൾ പേഴ്സണൽ ഡയറി പോലെ തോന്നി. അതെല്ലാവർക്കും വിലപ്പെട്ടതാകുമല്ലോ. അവൻ പെട്ടെന്ന് മറുപടി നൽകും. അതെ, എന്തായാലും ഒരുപാട് താങ്ക്സ്. ഞാൻ എന്തായാലും ഒരു ട്രീറ്റ് തരുന്നുണ്ട്. ഇപ്പോൾ സമയമുണ്ടെന്ന് തോന്നുന്നില്ല. ക്യാബ് വരാറായി. ഹേയ് സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. എൻ്റെ പേര് അതിഥി. തൻ്റെ പേര് പറഞ്ഞില്ല. മഹാദേവ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ കാണാം. അവനോട് യാത്ര പറഞ്ഞു തിരിഞ്ഞതും ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക് കടന്നു പോയതുപോലെ അവൾ പെട്ടെന്ന് നിന്നു. അവൻ പറഞ്ഞ പേര് ഒന്നുകൂടെ മനസ്സിലേക്ക് വന്ന ഞെട്ടലിൽ അതേ വേഗത്തിൽ അവന് തിരിഞ്ഞു നോക്കി. നീ എന്താ പേര് പറഞ്ഞത്? നീ ഡയറി വായിച്ചല്ലേ? അവൾ എന്തെന്നില്ലാത്ത ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. യെസ്, വായിച്ചു. അവൻ മുഖത്തെ ചിരി മായ്ക്കാതെ പറഞ്ഞു. തനിക്ക് നാണമില്ലേ ഒരാളുടെ പേഴ്സണൽ ഡയറി അയാളുടെ അനുവാദമില്ലാതെ വായിക്കാൻ? അവൾ സങ്കടവും ദേഷ്യവും കൊണ്ട് നിയന്ത്രണം നഷ്ടമായ പോലെ അല്പം ഉറക്കി ചോദിച്ചു. സത്യത്തിൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അത് പേഴ്സണലാണെന്ന്. 1-2 പേജ് കഴിഞ്ഞപ്പോഴേക്കും അത് മുഴുവൻ വായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തൊരു ഭാഷയാടോ തൻ്റേത്? എനിക്കറിയാം ചെയ്തത് തെണ്ടിത്തരമാണെന്ന്. റിയലി സോറി, ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്. വായിച്ചതും പോരാഞ്ഞിട്ട് നാണമില്ലാതെ നീ അതിനെ വർണ്ണിക്കാനിരിക്കുവാണോ? ഇനിയും നിന്നാൽ ഞാൻ കൂടുതൽ എന്തേലും പറയും. അവൾ ദേഷ്യത്തോട് തിരിഞ്ഞു നടന്നു. അതിഥി, റിയലി സോറി. വേഗത്തിൽ നടന്ന അവൾക്ക് പുറകെ ഓടിച്ചെന്നുകൊണ്ട് അവൻ പറഞ്ഞു. നിന്റെ സോറി കൊണ്ടുപോയി നീ ഉപ്പിലിട്ട് വെക്ക്. അവൾ ദേഷ്യത്തോടെ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു. താനിങ്ങനെ ദേഷ്യപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? താഴ്ത്തിയിട്ട വിൻഡോയിൽ കയ്യൂന്നി അവൻ ചോദിച്ചു. ചേട്ടാ, വണ്ടി എടുക്കാവോ? എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. അവൾ അല്പം കടുപ്പിച്ച് ഡ്രൈവറെ നോക്കി പറഞ്ഞു. എടോ, ഇല്ലാത്ത ഒരാളെയും കാത്തിങ്ങനെ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നത് അവസാനം വലിയ നിരാശയാവും. കാർ ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ പിറകിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു. അവനാരാ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും. അതിനവനെന്താ? റൂമിലെത്തി ബാഗ് കട്ടിലിലേക്ക് വലിച്ചെറിയുന്നതിനിടെ അതിഥി പറഞ്ഞു. റൂമിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദേവികയും സാക്ഷിയും അശ്വിനിയും കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. ആരെന്ത് പറഞ്ഞെന്നാ ചേച്ചി?
ദേവിക ബാഗ് ടേബിളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. അശ്വിനിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളം ഒറ്റവലിക്ക് കുടിച്ചു തീർത്ത് അതിഥി സംഭവം വിശദീകരിച്ചു. കാര്യങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ അവർക്ക് 3 പേർക്കും ഒന്നേ ചോദിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ആരാ ഈ മഹാദേവ്? ഇത്രയും കേട്ടിട്ടും ഇതാണോ നിങ്ങൾക്കറിയേണ്ടത്? അവനെൻ്റെ ഡയറി വായിച്ചതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിഥി ദേഷ്യപ്പെട്ട് ചോദിച്ചു. എന്തായാലും ഡയറി കിട്ടിയില്ലേ, അവൻ്റെ കാര്യം വിട്ടേക്കൂ, അവളെ സമാധാനപ്പെടുത്താൻ അശ്വിനി പറഞ്ഞു. ഞാൻ നാളെ നാട്ടിൽ പോകും. അടുത്ത ഞായറാഴ്ചയാണ് നിശ്ചയം. ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് ഇപ്പോൾ ആരെയും വിളിക്കുന്നില്ല. കല്യാണം ഇവിടെ വെച്ചാണ്. നമുക്ക് അടിച്ചു പൊളിക്കാം. അശ്വിനി നിശ്ചയത്തിൻ്റെ ഡ്രസ്സും ആഭരണങ്ങളും സൂക്ഷിച്ച പെട്ടി തുറന്നു. പച്ച പട്ടുസാരിയും കൂടുതലും ആൻറ്റിക് ഡിസൈനിലുള്ള ആഭരണങ്ങളും അശ്വിനിക്ക് നന്നായി ചേരുമെന്ന് അവൾക്ക് തോന്നി. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന ഈ കല്യാണത്തിന് ഭംഗി കൂടുതലായിരിക്കും. ചേച്ചി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. സാരി നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ തട്ടി വിളിച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. നീ പറ. ഇവിടുന്ന് വേണ്ട ചേച്ചി, ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ വരാവോ? വരാം. പുതിയ എന്തോ അബദ്ധം ഒപ്പിച്ചു കാണുമെന്ന് അതിഥി അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു. ഞാനും വരുന്നു ദേവികയുടെ അടുത്തേക്ക്. അവൾ എനിക്ക് ഓഫീസിലിടാൻ ഒരു കുർത്ത തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് ദേവികയെ കാണാനിറങ്ങിയ അതിഥിക്ക് മുൻപേ സാക്ഷി പുറത്തിറങ്ങി. നിനക്കത് പിന്നെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അതിഥി അവളെ ഒഴിവാക്കാനായി പറഞ്ഞു. അതെന്താ, ഞാൻ വന്നാൽ? നീ എന്താ ഒരുമാതിരി നാഗവല്ലിയെ പോലെ ചോദിക്കുന്നേ? നീ വരുന്നത് കൊണ്ടല്ല, അവൾക്കെന്തോ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. സത്യം പറയാതെ നിവൃത്തിയില്ലെന്ന് തോന്നിയപ്പോൾ അതിഥി പറഞ്ഞു. ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം സിദ്ധിനോട് സംസാരിക്കുന്നു എന്നതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ ഞാൻ ഫോൺ വിളി കുറച്ചപ്പോൾ എന്നോട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. സാക്ഷി മുഖം വിറപ്പിച്ച് റൂമിലേക്ക് പോയി. എന്താണ് പുതിയ പ്രശ്നം? ദേവിക വാതിൽ തുറന്ന പാടെ അതിഥി ചോദിച്ചു. എനിക്കിത് ചേച്ചിയോട് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷെ എനിക്കിതിവിടെ വേറെ ആരോടും പറയാനില്ല. നീ ടെൻഷൻ കൂട്ടാതെ കാര്യം പറ ദേവു. അമൽ എന്നെ ഫിസിക്കൽ റിലേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു. പക്ഷേ എനിക്കിപ്പോൾ സെക്സ് ചെയ്യേണ്ട ചേച്ചി. ഇന്ന് കോളേജിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ അടുത്ത വീക്കെൻഡിൽ 2 പേർക്കും പുറത്തു പോകാമെന്ന് അവൻ പറഞ്ഞു. പിന്നെ പ്രൈവസി കിട്ടും എല്ലാത്തിനും എന്നൊക്കെ. അവൻ പറഞ്ഞത് സത്യമാണ്. കോളേജിൽ ഒന്നിനും ഒരു പ്രൈവസി ഇല്ല. പിന്നെ റിലേഷൻഷിപ്പ് ആയാൽ ഇപ്പോൾ ഇതൊക്കെ കോമൺ അല്ലേ ചേച്ചി? എന്നിട്ട് നീ എന്തു പറഞ്ഞു? ട്രിപ്പ് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ സെക്സ് ചെയ്യാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡല്ല. എന്നാൽ അങ്ങനെ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ നടക്കേണ്ട കാര്യമല്ലേ? അതല്ല ചേച്ചി പ്രശ്നം. ഞാനിത് അവനോട് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ശരി, നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതാണ്. പക്ഷെ കുറച്ചു മുൻപ് എന്നെ വീണ്ടും വിളിച്ചൊരു ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ പറയുവാണ്. ദേവിക കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കരയാതെ. എന്താ അവൻ പറഞ്ഞതെന്ന് പറ. അതിഥിക്ക് ക്ഷമ നശിച്ചു. അവനോട് അവൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞത്രേ, പെൺകുട്ടികൾ സെക്സിന് സമ്മതിക്കാഞ്ഞാൽ ഭാവിയിൽ തേക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സെക്സ് കഴിഞ്ഞാൽ പിന്നെ അന്തസ്സുള്ള കുട്ടികളൊന്നും വേറെ കിട്ടില്ലല്ലോ. ബെസ്റ്റ്. ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അവൻ്റെ ആ ഫ്രണ്ട്സിനെയാണ് ആദ്യം തല്ലേണ്ടത്. വിശ്വാസം കാണിക്കാൻ കിടന്നു കൊടുക്കണമെന്നൊക്കെ പറയുന്നവന്മാരെക്കാൾ വലിയ വൃത്തികെട്ടവർ വേറെ കാണില്ല. ഒരിക്കൽ സെക്സ് സംഭവിച്ചാൽ അയാളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ എന്നൊക്കെ ഇവനോട് ആരാ പറഞ്ഞത്? എന്നാൽ ഇവനൊക്കെ മിനിമം ഒരു 10 കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ. പെൺകുട്ടികൾക്ക് മാത്രം മതിയോ ഈ അന്തസ്? എനിക്കൊന്നും അറിയാൻ പാടില്ല ചേച്ചി. ഇവനിത് വലിയ സീനാക്കുമെന്ന് ഉറപ്പാം. എന്ത് സീൻ? നീ അവനോട് പോവാൻ പറ. അവൻ ഏറി വന്നാൽ റിലേഷൻ വേണ്ടെന്ന് പറയുമായിരിക്കും. ഞാൻ ആലോചിച്ചിട്ട് അത് തന്നെയാണ് നിനക്കിപ്പോൾ നല്ലത്. ഇവനെ പോലെയുള്ള ടോക്സിക് ആൽഫ മെയിലൊക്കെ മിനിമം ഒരു 100 അടിയെങ്കിലും മാറ്റി നിർത്തുന്നതാണ് നല്ലത്. നിൻ്റെ ശരീരം, നിൻ്റെ ചോയ്സ്. നീ എപ്പോൾ ആരുടെ കൂടെ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി നീ തന്നെയാണ്. ഇതിൻ്റെ പേരിൽ അവൻ അങ്ങ് പോകുവാണെങ്കിൽ പോട്ടേന്ന് വെക്കണം. അല്ലെങ്കിലും പകുതി പ്രണയങ്ങളിലെയും വില്ലൻ ഇതുപോലെ ബോധമില്ലാത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. ഇങ്ങനെ തലതിരിഞ്ഞ ഉപദേശങ്ങൾ കൊടുത്ത് നല്ല ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കും. അതിഥിക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായില്ല. അതെ ചേച്ചി, അവൻ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ദേവിക ഒടുവിൽ ഉറപ്പ് കൊടുത്തു.